ഹായ് ഫ്രണ്ട്സ്, ആരതി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ അയ്മനം വാണരുളുന്ന ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ പ്രധാനമാണ് നരസിംഹ അവതാരം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സിംഹത്തിൻ്റെ ശിരസും മനുഷ്യൻ്റെ ഉടലുമാണ് ഈ അവതാരത്തിൻ്റെ പ്രത്യേകത. കൃത്യായുഗത്തിൽ ഭഗവാൻ 4 അവതാരങ്ങളിൽ ഏറ്റവും അവസാനത്തെയാണ് നരസിംഹ അവതാരം. ശത്രു സംഹാരത്തിനായി ഉടലെടുത്ത ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. പ്രഹ്ലാദൻ്റെ വിളി കേട്ട നിമിഷം തന്നെ തൂണു പിളർന്ന് നരസിംഹമൂർത്തി പ്രത്യക്ഷനായി ഭക്തനെ കാത്തുരക്ഷിച്ചു എന്നാണല്ലോ ഐതിഹ്യം. കേരളത്തിലെ നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അയ്മനം നരസിംഹസ്വാമി ക്ഷേത്രം. മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അയ്മനം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ കൊടിയേറുന്നതോടനുബന്ധിച്ചാണ്. എന്ന പ്രത്യേകതയും കൂടി ഉണ്ട്. ചിങ്ങത്തിലെ തിരുവോണം ആറാട്ടായി വരുന്ന രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം. പൊതുവെ നരസിംഹ ക്ഷേത്രത്തിൽ ചതുർബഹു പ്രതിഷ്ഠയാണ് ഉള്ളത്. എന്നാൽ അയ്മനം ക്ഷേത്രത്തിൽ വട്ടശ്രീകോവിലായി ഭഗവാന്റെ നരസിംഹാവതാര പ്രതിഷ്ഠയാണുള്ളത്. പ്രതിഷ്ഠയ്ക്കടുത്തായി ലക്ഷ്മി ഭാവത്തിൽ ശ്രീചക്രവും ഉണ്ട്. അതിനാൽ ഇവിടെ ലക്ഷ്മി നാരായണ ഭാവത്തിലാണ് കുടികൊള്ളുന്നത്. ശ്രീകോവിലിൻ്റെ മുന്നിൽ മണ്ഡപത്തിൽ ഭഗവാന്റെ വാഹനരൂപമായ ഗരുഡ പ്രതിഷ്ഠയാണുള്ളത്. 4 അമ്പലത്തിൽ തന്നെ ശാസ്താപ്രതിഷ്ഠയും ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. 4 അമ്പലത്തിൻ്റെ പുറത്തായി മഹാദേവനും കുടികൊള്ളുന്നു. പ്രധാനമായും നരത്തല, സദൃശ്യം, പാനകം എന്നീ വഴിപാടുകളാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. രോഗദുരിതശാന്തിക്ക് നടത്തിവരുന്ന വഴിപാടാണ് നരത്തല. ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് പ്രധാനമാണ്. ശത്രുദോഷം നീങ്ങാനുള്ള വഴിപാടാണ് പാനകം. സന്താനലബ്ധിക്ക് തിരുവോണം തോറും പാൽപായസം വഴിപാടായി സമർപ്പിച്ചു വരുന്നു. ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഉത്തമമാണ്. ഏകദേശം 6 എണ്ണം ആകുമ്പോൾ ഫലസിദ്ധി ലഭിച്ചു എന്നാണ് അനുഭവ സാക്ഷ്യങ്ങൾ. സാമ്പത്തിക ഭദ്രതയ്ക്കും തൊഴിൽ തടസ്സങ്ങളും നീങ്ങാൻ ഇവിടെ ലക്ഷ്മി നാരായണ പൂജയും അർച്ചനയും വിശേഷമാണ്. നരസിംഹാവതാരം ത്രിസന്ധ്യ നേരത്തായതിനാൽ ഈ സമയം ക്ഷേത്ര ദർശനം നടത്തി ദീപാരാധനയിൽ പങ്കെടുത്താൽ ഇരട്ടി ഫലം നൽകുമെന്നാണ് വിശ്വാസം. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഉണ്ട് അയ്മനത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയാൻ. അയ്മന അമ്പലം പോലെ തന്നെ അയ്മനത്തിന് പ്രശസ്തി ആർജിച്ച കുറേ പേരുണ്ട്. അതിലൊന്നാണ് ബുക്കർ പ്രൈസ് കിട്ടിയ അരുന്ധതി റോയ്, അതുപോലെ ഹിന്നസ് ബക്രു, അതുപോലെ നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ, നാടകകൃത്തായ NN പിള്ള സാറ്. ഇവരൊക്കെ വാണത് അയ്മനത്താണ്. അയ്മനത്തിനെക്കുറിച്ച് ഒരുപാട് അതുപോലെ തന്നെ ബുക്കർ പ്രൈസ് കിട്ടിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കവിത എഴുതി ബുക്കർ പ്രൈസ് കിട്ടിയ അരുന്ധതി റോയുടെ വീട് അയ്മനമാണ്. അയ്മനത്തിനെക്കുറിച്ച് ഒരുപാട് കഥകൾ അതിൽ എഴുതിയിട്ടുണ്ട്. അത്രയും ഒന്നും അറിയില്ലെങ്കിലും എനിക്കറിയാവുന്ന അമ്പലത്തിനെക്കുറിച്ചും അമ്പലത്തിൻ്റെ പരിസരങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കേൾക്കണം, എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ബാക്കി വീണ്ടും കാണും. തുടക്കമാണ്, കുറച്ചും കൂടെ ഉണ്ട് ഇതിൻ്റെ ബാക്കിയായിട്ട്. ഇതിനെ അമ്പലത്തിൻ്റെ പരിസര പ്രദേശങ്ങളും അമ്പലത്തിനെക്കുറിച്ചും അമ്പലത്തിലെ വഴിപാടുകളെക്കുറിച്ചും ഒക്കെ ബാക്കി തരണമെന്നുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബാക്കി വീഡിയോ വേണം എന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ബാക്കി ചരിതങ്ങൾ മുഴുവനുണ്ട്. ഇതല്ല, ഇതിനേക്കാൾ കൂടുതലുണ്ട് അയ്മനത്തിനെക്കുറിച്ച് പറയാൻ. ഉത്സവത്തിനെക്കുറിച്ചും ഉത്സവത്തിൻ്റെ ആറാട്ട് വരുന്നതും ആറാട്ട് വരവേൽപ്പും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണം എന്നുള്ളവർ വീണ്ടും കമൻറ്റ് ബോക്സിലിടണം. അയ്മനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയും കൂടിയുണ്ട്. ആറാട്ട് വരവേൽപ്പ് തിരുവോണ നാളിലാണ് ആറാട്ട് വരുന്നത്. അത് ആറാട്ട് കടവിലേക്ക് പോകുന്നത് തന്നെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചും ഒക്കെ വരും. സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.